Welcome, Dr. Paul B. Matthew, the Habit Builder. പലതരത്തിലുള്ള ഹാബിറ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകുന്നതാണ് പ്രശ്നങ്ങളെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെ അകത്തേക്ക് പോകുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് പ്രശ്നങ്ങളായി വരാറുണ്ട്. അതിൽ ഒരു ഉത്തമ ഉദാഹരണമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ എത്രമാത്രം ആരോഗ്യമുള്ളതാണെന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്ന കാര്യമാണ്. മാത്രമല്ല പലപ്പോഴും നമ്മുടെ ഇമോഷൻസും നമ്മുടെ മൈൻഡും വരെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഭക്ഷണത്തെ സഹായിക്കും. പല ഭക്ഷണങ്ങൾ കഴിക്കുന്ന വഴി പല രോഗങ്ങളുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ധാരാളം ആളുകൾക്ക് വിവിധങ്ങളെ അസുഖങ്ങൾ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, BP, ഷുഗർ, ഡയബറ്റിക്സ് ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം ഒരു പരിധിവരെ ഇത്തരം തെറ്റായ ഈറ്റിംഗ് ഹാബിറ്റ്സാണ്. ഏറ്റവും ആദ്യം നാം കഴിക്കുന്ന ഭക്ഷണം, ഫുഡ് പ്ലേറ്റിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നാം കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് കഴിക്കുന്നത്, പ്രോട്ടീൻ മാത്രമാണ് കഴിക്കുന്നത്, വൈറ്റമിൻസ് മാത്രമാണ് കഴിക്കുന്നത്, വെജിറ്റബിൾസ് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഫ്രൂട്ട് പ്ലേറ്റിനൊരു കോമ്പിനേഷൻ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഫ്രൂട്ട് പ്ലേറ്റിൽ വെജിറ്റബിൾസും വൈറ്റമിൻസും പ്രോട്ടീൻസും ആവശ്യമാണ്. ഫ്രൂട്ട് പ്ലേറ്റിൻ്റെ ഒരു നാലിലൊന്നോ നാലിൽ രണ്ടോ വെജിറ്റബിൾസ് ആക്കാൻ ശ്രമിക്കുക. ആ വെജിറ്റബിൾസ് തന്നെ റോ വെജിറ്റബിൾസും കുക്ക്ഡ് വെജിറ്റബിൾസും ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഒരു 20% മാത്രമേ കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. പിന്നീടുള്ള ഭാഗം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആകാം, നട്ട്സ് ആകാം, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് നെഗറ്റീവായി ബാധിക്കുകയും ഡയബറ്റിക്സ് പോലെയുള്ള രോഗങ്ങൾ വരികയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ട് ഡയറ്റ്, നമ്മുടെ ഫുഡ് പ്ലേറ്റിൻ്റെ കോമ്പിനേഷൻ ഈ 3 കാര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാകണം, വെജിറ്റബിൾസ് ഉണ്ടാകണം, അത് റോയും കുക്ക്ഡും ആകണം, വൈറ്റമിൻസും പ്രോട്ടീൻസും ഉണ്ടാകണം. ഇത് തീർച്ചയായും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 3 നേരമാണെങ്കിൽ കൂടെയും ആ ഭക്ഷണത്തിൽ ആ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗങ്ങൾ രക്ഷ നേടുവാനും സാധിക്കും. പലപ്പോഴും നാം വെജിറ്റബിൾസ് കഴിക്കുന്നത് ഒഴിവാക്കാറുണ്ട്, ഫൈബർ കോണ്ടൻറ്റ് ഒഴിവാക്കാറുണ്ട്, ഏറ്റവും ഇഷ്ടമുള്ളതും ആസ്വാദനീയ ഭക്ഷണം മാത്രം കഴിക്കാറുണ്ട്. ഏറ്റവും ആദ്യം നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ഫൈബർ കണ്ടൻറ്റും വെജിറ്റബിൾ കണ്ടൻറ്റും കഴിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ കാർബോഹൈഡ്രേറ്റിലേക്കും മറ്റ് പാനീയങ്ങളിലേക്കും പോകുവാൻ പാടുള്ളൂ. ഇനി ഈ പറയുന്ന കാര്യമാണ് ടോക്സിക് വൈറ്റ്. ചില വൈറ്റ് ഉൽപ്പന്നങ്ങൾ, അത് പാല്, ഉപ്പ്, പഞ്ചസാര, വൈറ്റ് ഫ്ലോസ്, മൈദ പോലെയുള്ള ഗോതമ്പ് പൊടി പോലെയുള്ള പദാർത്ഥങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ധാരാളം പുസ്തകങ്ങളും റിസർച്ചുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള വൈറ്റുകൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഓയിലി ഫുഡ്സ്, ഫ്രൈ ചെയ്ത ഫുഡ്സ്, മാക്സിമം ഓയിൽ ഫുഡ്സും ഫ്രൈ ഫുഡ്സും ഒഴിവാക്കുക. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശരിയാണ്, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇത് വീണ്ടും വീണ്ടും ഓർക്കുമ്പോഴാണ് നാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഹെൽത്തി ഹാബിറ്റ്സിൻ്റെ ഭാഗമാണ്, ഹെൽത്തി ലൈഫിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായും എണ്ണമിട്ട് അക്കമിട്ട് എഴുതി വയ്ക്കുകയും മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. മറ്റു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പലർക്കും പൊണ്ണത്തടിയുണ്ട്, ചിലർ പറയും ഞാൻ മെലിഞ്ഞിരിക്കുകയാണ്, എനിക്ക് വണ്ണമില്ല. നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒന്ന് പരിശോധിച്ച് നോക്കുക. വെറുതെ ഗൂഗിളിലെടുത്ത് BMI എന്ന് അടിച്ച് നോക്കിയാൽ മതി. ആ BMI ഐഡിയലാണെന്ന് നോക്കുക. ഐഡിയൽ അല്ല എങ്കിൽ നിങ്ങൾ പൊക്കം കൂട്ടുവാൻ ഒരുപക്ഷെ സാധിക്കില്ല, പൊക്കം കുറയ്ക്കുവാനും സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ BMIയിൽ നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ വെയിറ്റിലൂടെയാണ് നിങ്ങളുടെ BMI അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. BMI നോക്കി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് എത്രയാണ്, അത് ഫിറ്റാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ BMI പരിശോധിച്ച ശേഷം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബോഡി ഹെൽത്തി ആൻഡ് ഫിറ്റാണോ എന്നുള്ളത്. അത് തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണത്തെ ക്രമീകരിക്കുവാൻ സഹായിക്കും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ പോലെയുള്ള, പെപ്സി പോലെയുള്ള, കോള പോലെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാറുണ്ട്. തീർച്ചയായും ആ ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നാം ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, പുറത്തായിരിക്കാം, യാത്ര ചെയ്യുകയായിരിക്കാം, കൃഷിസ്ഥലത്തായിരിക്കാം. ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിനും ശരീരത്തിനും ഇമ്മ്യൂണിറ്റിക്കും എല്ലാം നല്ലതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന ഒരു ഹെൽത്തി ഹാബിറ്റ് നാം ഫോളോ ചെയ്യുക. ഭക്ഷണത്തിൽ ധാരാളം വെജിറ്റബിൾസും ഫൈബർ കണ്ടൻറ്റും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഫുഡ് പ്ലേറ്റിൻ്റെ കോമ്പിനേഷൻ ഉൾപ്പെടെ എന്നതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തീർച്ചയായും നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ വെജിറ്റബിൾസ് കഴിക്കുക, പിന്നീട് ഫ്രൂട്ട് കഴിക്കുക, പിന്നീട് മറ്റ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളിലേക്ക് പോകുവാൻ ശ്രമിക്കുക. ഈ കാര്യം തീർച്ചയായും ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം, ഹെൽത്ത് നന്നാക്കുവാൻ ഇടയാക്കും. ചില ആളുകളുണ്ട് TV എല്ലാം കണ്ട് കുറേ നേരം സമയം ചിലവഴിക്കും. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കും, ചിപ്സ് കഴിക്കും, അല്ലെങ്കിൽ ഫ്രൈഡ്സ് കഴിക്കും. അങ്ങനെ ഒരു ബെഞ്ച് വാച്ചറായിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് TV കാണുമ്പോൾ ആരോഗ്യം നശിക്കുകയാണ്, പൊണ്ണത്തടി ഉണ്ടാകുകയാണ്. അതുകൊണ്ട് TV കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. കുറേ നേരം ഇരുന്നു കൊണ്ട് TV കാണുന്നതും ഒഴിവാക്കുക. അവസാനമായി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക.
നാം ഓഫീസിൽ പോകാൻ സമയമായതുകൊണ്ട് പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് കഴിച്ചു തോന്നിപ്പിച്ചുകൊണ്ട് നാം പോകാറുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ വേഗത്തിൽ ഭക്ഷണം കഴിപ്പിച്ച് വിടാറുണ്ട്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കിങ്ങിനെ പോലെ തന്നെ കഴിക്കണമെന്ന് പണ്ടും പറയുന്നതാണ്, ഇന്നും പറയുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ഭാവിക്കും നല്ലതാണ്. നാം ചില കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളിൽ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇന്ന് സന്തോഷമായിരിക്കും ഫ്രൈഡ് ഭക്ഷണം കഴിക്കുന്നത്, ഓയിലി ഫുഡ് കഴിക്കുന്നത്, സ്വീറ്റ് ഫുഡ് കഴിക്കുന്നത്, പഞ്ചസാര കഴിക്കുന്നത്, മധുരം കഴിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ അത് ബുദ്ധിമുട്ടാക്കാൻ ഇടയുള്ളതുകൊണ്ട് ശ്രമിക്കുക. തീർച്ചയായും ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ. ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.